നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടാവുക എന്നത്, അല്ലെ? ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭൂമി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യഥാർത്ഥ ഉടമയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ആദ്യം വസ്തു കാണുക, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് മനസ്സിലാക്കുക. അതിന് നമുക്ക് ആ ഭൂമിയുടെ ആധാരം വായിച്ചു നോക്കിയാൽ മതിയാകും. ഉടമയുമായി സംസാരിച്ച് ഭൂമിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, വസ്തുവിൻ്റെ അസൽ ഒറിജിനൽ ആധാരം കാണാതെ, കണ്ട് ബോധ്യപ്പെടാതെ കച്ചവടവുമായി മുന്നോട്ട് പോകാനേ പാടില്ല. കാരണം ഫേക്ക് ആധാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് നമുക്ക് വലിയ അറിവുണ്ടാവണമെന്നില്ല, അല്ലേ? അപ്പോൾ ആധാരത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച് സർട്ടിഫൈഡ് കോപ്പി നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ സബ് രജിസ്ട്രാർ അഡ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കത് പകർപ്പ് കിട്ടുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം, വാങ്ങാൻ പോകുന്ന വസ്തു യഥാർത്ഥ ഉടമസ്ഥൻ്റെ പേരിലാണോ, അതോ ആർക്കെങ്കിലും പണയപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നടപ്പാവകാശം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിനായി സർക്കാരിൻ്റെ റവന്യൂ രേഖകളിൽ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. കരമടച്ച റെസീറ്റ് ഏത് തണ്ടപ്പേരിലാണെന്ന് നോക്കിയാൽ അത് ഏറെക്കുറെ വ്യക്തമാകും. കരമടച്ച രസീതുമായി വില്ലേജ് ഓഫീസിൽ ചെന്നാൽ പരിശോധന നടത്തിയാൽ കൂടുതൽ വ്യക്തത കിട്ടും. സാധാരണഗതിയിൽ പോക്കുവരവ് ചെയ്യാതെ ഒരു കാരണവശാലും കരമടക്കാൻ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പൊസഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഭൂമിയുടെ ഉടമയോട് സംഘടിപ്പിച്ചു തരാൻ പറയണം. ഇതൊക്കെയാണ് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നാലാമത്, പട്ടയമോ അഥവാ പതിച്ചുകൊടുക്കൽ സർട്ടിഫിക്കറ്റോ ആണ് ഉടമയുടെ പക്കലുള്ള ഡോക്യുമെൻ്റ് എങ്കിൽ കൈമാറ്റം തടയുകയോ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനുള്ള സമയപരിധി ആയോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം മിച്ചഭൂമി പതിച്ചു കിട്ടിയ ഭൂമിയാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നതെങ്കിൽ അതിൽ ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അതായത് ഇത്ര വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാവൂ എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടാവും. അപ്പം അതിന് മുന്നേ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പതിവ് തന്നെ ജില്ലാ കളക്ടർ റദ്ദ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, സ്ഥലത്തിൻ്റെ മുന്നാധാരം, അതായത് ബേസിക് ഡോക്യുമെൻ്റ്, അതിൻ്റെ പകർപ്പ് കൂടി വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ ഈ ഭൂമി വെച്ചിട്ട് നമ്മളിപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ലോണൊന്നും എടുക്കാണ്ടൊന്നും ശരിയാവില്ല, അല്ലേ? അപ്പോൾ മുന്നാധാരം ഹാജരാക്കേണ്ടി വരും. ആറാമത്തെ കാര്യം, ഉടമസ്ഥാവകാശം ഒപ്പിട്ട് നൽകുന്നയാൾക്ക് അതിൽ നിയമപരമായി അവകാശമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് പവർ ഓഫ് അറ്റോർണി ആണോ എന്നൊക്കെ വായിച്ച് ഉറപ്പുവരുത്തണം. ഏഴാമത്, വാങ്ങുന്ന സ്ഥലത്തിൻ്റെ അവകാശം കാണമാണോ ജന്മമാണോ എന്ന് ഉറപ്പുവരുത്തണം. കാണാവകാശമാണെങ്കിൽ അത് ജന്മാവകാശമായിട്ട് മാറ്റേണ്ടതുണ്ട്. അതിന് അടുത്തുള്ള ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം. അവിടെ 2-3 ഹിയറിംഗ് ഒക്കെ, എതിർകക്ഷിക്ക് നോട്ടീസൊക്കെ അയച്ച് ഹിയറിംഗ് ഒക്കെ നടത്തി അത് പരിഹരിക്കും. പിന്നെ ഭൂമിക്ക് പട്ടയമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഭൂമി വാങ്ങുമ്പോൾ തന്നെ ജന്മാവകാശമാണെങ്കിൽ പട്ടയത്തിൻ്റെ ആവശ്യമില്ല. എട്ടാമതായിട്ടുള്ള കാര്യം, ഭൂമിയുടെ പേരിൽ അറ്റാച്ച്മെൻറ്റ്, അതായത് ബാധ്യത ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കൂടാതെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, കരമരച്ച രസീത്, ആധാരം, ഭാഗപത്രം ചെയ്യാത്ത മുന്നാധാരമാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ പകർപ്പ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒമ്പതാമത്തെ കാര്യം, എല്ലാ മുന്നാധാരത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. കാരണം ഇപ്പോൾ 40 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 10 സെൻറ്റ് ഭൂമിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഭാഗപത്രത്തിൻ്റെ ഒറിജിനൽ ഒരാളുടെ കൈവശവും കോപ്പി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ മുന്നാധാരം തന്നെ ലഭിക്കും.
പിന്നീട് സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി നല്ലൊരു വക്കീലിനെ സമീപിച്ച് നിയമോപദേശം തേടണം. എല്ലാം ഓക്കെ ആണെങ്കിൽ കച്ചവടം ഉറപ്പിച്ച് പണം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രേഷനും അതിൻ്റെ ചിലവുകളുമാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, ആധാരമെഴുത്ത് ഫീസ് എന്നിവയാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ. ഇതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് വളരെ പ്രധാന ചിലവ്. പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തുടങ്ങിയ മേഖലകളിൽ ഇതിനനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ചിലവ് കൂടും. വസ്തുവിൻ്റെ വിലക്കനുസരിച്ചാണ് ആധാരമെഴുത്തുകാർ ഫീസ് വാങ്ങിക്കുന്നത്. ഇതൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഭൂമി വാങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചു വേണം ഒരു ഭൂമി വാങ്ങിക്കുവാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥലം വാങ്ങി വീട് വെക്കാൻ നോക്കുമ്പോഴായിരിക്കും പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നത്. അതിനുള്ള നെട്ടോട്ടമായി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.